ഞാൻ ഇന്ന് ഡോക്ടർ ശ്യാം സാറിൻ്റെ ഒരു തിരുവല്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനിടയായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. ഒരു കാലത്ത് കാളി എന്നും പേരുള്ള സത്യവതിയുടെ മുൻകാലങ്ങളെക്കുറിച്ചുള്ള അപഗ്രഥനം തികച്ചും ശരിയാണെന്ന് ഞാൻ പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അപഗ്രഥനം പണ്ട് ഞാൻ ഇത് നേരത്തെ പറയുമ്പോൾ ഞങ്ങളുടെ സമൂഹം തന്നെയല്ല, ഞങ്ങളുടെ സമൂഹം പറയും ഞങ്ങൾക്ക് കിട്ടേണ്ട സംവരണം കൂടെ നീ ഇല്ലാതാക്കും. പിന്നീടെന്ന് പറയുന്നത് സവർണ സമുദായം ഇത് അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഒരു കാലത്ത് നായന്മാരിലെല്ലാം ശ്രേഷ്ഠരായിട്ട് വരുന്ന ഒരു സമൂഹമാണ് ഇത്. ബ്രാഹ്മിൺസിൻ്റെ ജ്യേഷ്ഠന്മാർ അവരിൽ നിന്ന് സ്വന്തം ഈ നദിയുടെ കരയ്ക്ക് നയമ്പ് ഉരുക്കൊടുത്തത് കൊണ്ടാണ് നമ്പൂതിരിമാരുണ്ടായത് എന്നുള്ള കഥയൊക്കെ എൻ്റെ പൂർവികർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇത് കോലി ക്ഷത്രിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഗംഗയുടെ തീരത്തുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഇവർക്ക് അയാളിലുണ്ടാകും ഒരു രാജാവുണ്ട്. അയാളിൽ നിന്നുണ്ടായ കുട്ടിയെ ഈ പറയുന്ന ഈ ഉണ്ടായ മോളാണ് ഈ പറയുന്ന സത്യവതി. ഈ സത്യവതി ഈ ഗംഗയുടെ തീരത്തുകൂടി ഇങ്ങനെ അലഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് അവളിങ്ങനെ രാവിലെ കളിക്കാനും ഗംഗാസ്നാനം ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവളെ മകരമത്സ്യം എന്ന് പറയുന്നത് രണ്ടാകാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പെരുമ്പാമ്പാകാം. എല്ലാവരും പറയുന്ന പെരുമ്പാമ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ക്രൊക്കഡോയിൽ എന്ന് പറയുന്ന ഈ അതാകാം. ഈ രണ്ടിൽ ഏതെങ്കിലും ആകാമെന്നാണ് പറയുമെങ്കിലും ക്രൊക്കഡോയിലല്ല. ക്രൊക്കഡോയിൽ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹത്ത് മുറിവുകളുണ്ടായി പെട്ടെന്ന് ആൾ മരിക്കാം. അന്നേരം ഇതാണ് ഇത് പെരുമ്പാമ്പ് പിടിച്ച ശേഷം ഇവ വെള്ളത്തിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച ശേഷം ഇവ മറ്റൊരു സ്ഥലത്ത് ഗംഗയുടെ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ച് ഇത് ദഹിക്കാത്തതിനാൽ ഇത് കരയ്ക്ക് കയറുകയും കരയിൽ എത്തിയ ഇതിനെ മുക്കുവർ കൈയോടെ പിടിച്ച് കീറുകയും അതിനുശേഷം ഇതിനെ പുറത്തെടുക്കുകയും അത് അവിടുത്തെ മുക്കുവ രാജാവിനെ കൈമാറുകയും ചെയ്തിരുന്നു. പിന്നീട് അവരുടെ കഥ അവിടെ അത് കഴിഞ്ഞിട്ട് ഇവർ അക്കാലത്ത് ഈ നമ്മൾ സ്ത്രീകളൊക്കെ ഇന്നും പുതിയ തരം പെർഫ്യൂമുകളും ഈ കയ്യിലെ ഈ ചുളിവുകൾ മാറാനായിട്ടുള്ള അന്നെന്ന് പറയുന്നത് കസ്തൂരി തൈലം ഇട്ട് തേച്ചാണ് അവരങ്ങനെ, അതുകൊണ്ടാണ് അവർക്ക് കസ്തൂരി എന്നൊക്കെ പേര് വന്നത്. അന്നേരം ഇത് എന്നിട്ടാണ് പിന്നീട് പരാശരൻ്റെ അച്ഛനും ബ്രാഹ്മിൺസാണ്. അന്നേരം ശ്യാം സാർ പറഞ്ഞത് കറക്റ്റാണ്. ഞാനിത് ഒരു പഠനം നടത്തിയിരുന്നു ഇതിന് മുമ്പേ. അന്നേരത്തേക്ക് എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലാമെന്ന് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഇതൊന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പോകരുത്, പഠിപ്പിക്കാൻ പോയാൽ നമ്മളെ തല്ലിക്കൊല്ലും, നീ അത് അനങ്ങാതെ മിണ്ടാതിരുന്നേക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാനും പോയിരുന്നില്ല. ഞാൻ ശ്യാം സാറ് ഇപ്പം ഡോക്ടറേറ്റ് എടുത്തു. അതിന് മുമ്പ് ഇത് ഞാൻ പഠിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ഞാൻ ഉടൻ തന്നെ അതൊരു പ്രബന്ധമാക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് എതിരായിട്ടാണ് സപ്പോർട്ടിങ്ങായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഞങ്ങളങ്ങനെ ഇവിടെ ഈ ചെമ്പിലരയനും ഒക്കെ ഈ കോലി ക്ഷത്രിയയിൽപ്പെടുന്ന ആൾക്കാരാണ്. അല്ലാത്തവർ പല വിഭാഗങ്ങളുണ്ട്. ഈ അന്ന് ഈ വാലന്മാരെന്ന് പറയുന്നത് ഈ അരയ പ്രമാണികൾക്ക് ഇത് തണ്ട് വലിച്ചിരുന്നവരെയാണ് വാലന്മാരെന്നും, മറ്റത് കടപ്പുറത്ത് മറ്റ് സേനകളുമായിട്ട് ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗമാണ്, യാദവരെന്നും രണ്ട് വിഭാഗങ്ങളാണ് ഇത് ഉണ്ടായിരുന്നത്. അതിൻ്റെ പിന്നെ ഇവരെയും കൊണ്ട് ഒരു രാജാവുണ്ട് അയാൾ പാണ്ഡവരുടെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു. ഇയാൾക്ക് പാണ്ഡു വന്നിരുന്നു. വന്നതിന് ഇത് ഗുരുവായൂർ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്.
അവർ ഈ ശ്രീകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അവിടെ ലക്ഷ്മി ദേവി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹമുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഷ്ണുവിൻ്റെ, അത് നേരെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദവ്യാസൻ്റെ പുത്രനായ ആ മഹർഷിയും ശൗവമനുഷ്യ അങ്ങനെ കണ്ട അദ്ദേഹത്തിൻ്റെ പേര്, ആ മഹർഷിയുമായിട്ട് കൂട്ടി ഇവിടെ ഈ ഗുരുവായൂർ വന്ന് അതിൻ്റെ സ്ഥലം കണ്ടുപിടിക്കുകയും ആ സ്ഥലം കണ്ടുപിടിച്ച് അവർ വായുവിനെ സാക്ഷ്യപ്പെടുത്തി, അഥവാ വായുവിനെ ഭഗവാനായിട്ടായിരുന്നു അക്കാലത്ത് ഈ പാണ്ഡവരും യാദവരും ഒക്കെ കരുതിയിരുന്നത്. നേച്ചറിനെയാണ് അന്ന് ദൈവത്തെ ആയിട്ട് സങ്കല്പിച്ച് അവർ അവിടെ പ്രതിഷ്ഠ നടത്തി. അങ്ങനെയാണ് ഗുരുവായൂർ വന്നത്, അല്ലാതെ ഗുരുവും വായുവും എല്ലാം കൂടെ വന്ന് അവിടെ സപ്പോർട്ട് ചെയ്തില്ല. ഇതൊക്കെ നാച്ചുറലായിട്ട് കണ്ടെത്താവുന്ന, അത് നമ്മളിപ്പോഴും ഈ പ്രാകൃത ഇതായിട്ട് സങ്കല്പിച്ചാണ് കൺസെപ്റ്റ് പോകുന്നത്. അന്നേരം ശ്യാം സാർ പറഞ്ഞത് കുറേ ശ്യാം സാർ പഠിച്ച് അത് ഡീറ്റെയിലായിട്ട് പഠിച്ച് ഇതുകൊണ്ട് ശ്യാം സാറിന് നല്ല കാര്യങ്ങളും നല്ലതായിട്ട് വെച്ചു. അംബേദ്കർ പറഞ്ഞ രീതി ഇതുപോലെ ശ്യാം സാറിനെ പോലെ കുറേ ഇതെടുത്ത് യുവാക്കന്മാർ പഠിച്ച് മുൻപോട്ട് വരണം. കുറേ പേർക്ക് എന്നാൽ വിദേശത്ത് പോയി ഇത് പഠിച്ച് നല്ല നല്ല മേഖലകൾ കൈവരിക്കാനുള്ള ഒരു ചാൻസ് ഗവൺമെൻറ് സർക്കാർ സംവരണം വെച്ച് ഒരുക്കണം. ഫോറിനിൽ പോയി അതാ വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠനം നടത്തുവാൻ, അംബേദ്കറിനെ പോലെ പഠനം നടത്തുവാനുള്ള അതിനുള്ള സഹായം സ്കോളർഷിപ്പ് നൽകുവാനുള്ള മനോഭാവം ഉണ്ടാകണം. അതുപോലെ തന്നെ അദ്ദേഹം നല്ലതായിട്ട് പഠിച്ചു പ്രസൻറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോകളും അദ്ദേഹം നടത്തിയിട്ടുള്ള എക്സ്പെഡീഷൻ, അത് ജോഗ്രഫിക്കൽ എക്സ്പെഡീഷനല്ല, ജോഗ്രഫിക്കലും എല്ലാം കൂടെ ഒക്കെ ഹിസ്റ്റോറിക്കൽ എക്സ്പെഡീഷനും എല്ലാം കൂടെ ആകുമ്പോൾ ഇത് ഏതാണ്ട് ശരിയായിട്ടുള്ള നിഗമനത്തിലെത്തിയിട്ടുണ്ട്. മിക്ക സവർണ സമുദായങ്ങളും ഈ വേദവ്യാസനാണ് അത് എഴുതിയതും. അന്ന് സമൂഹത്തിൽ ഒരു കാലത്ത് അന്ന് ആര്യ സമൂഹത്തിലും അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന സോഷ്യൽ സ്ഥിതി മനസ്സിലാക്കി അവയെ ക്രോഡീകരിച്ചു. ഒരു പുസ്തകം അന്ന് എഴുത്തോലകളിലും ഈ ചെമ്പോലകളിലുമാണ് അവയെ ക്രോഡീകരിച്ച് എഴുതി സൂക്ഷിച്ചിരുന്നു. അവയാണ് അത് സൂക്ഷിച്ചത്. അതാണ് പിന്നീട് ഈ ഋഗ്വേദവും സാമവേദവും അഥർവവേദം അങ്ങനെ അതിനെ ക്രോഡീകരിച്ച് മറ്റുള്ളവർ കൂടെ പ്രായോഗികയോഗ്യമാക്കിയ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല ഭാഷകളിലായിട്ട് എഴുതി വെച്ചിരുന്നു. ഇതിൻ്റെ പകർപ്പ് അന്ന് ഇന്ദ്രപ്രസ്ഥത്തിലുണ്ടായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ മുഗളന്മാരും ഒക്കെ നിരന്തര ആക്രമണത്തിൻ്റെ ഫലമായി ഇവ നഷ്ടപ്പെട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്ന ഒരു പാവം ജനങ്ങളാണ് ഞങ്ങൾ, ഇപ്പം കാണുന്ന ധീവര സമുദായത്തിലെ അംഗങ്ങൾ. അല്ലാതെ ഇതിപ്പം അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കെതിരെ തെറി വിളിക്കാനൊന്നും വരരുത്. ഞാൻ അതിനൊന്നും അല്ല പറഞ്ഞത്. യഥാർത്ഥ ചരിത്രമായിട്ട് തന്നെ പോകണമെന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങളാണ്ട് അവിടെ വന്ന് താമസിച്ചു. കുറേ പേര് അവിടുത്തെ കാട്ടിലുള്ള സമുദായത്തിലെ ആൾക്കാരുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്. അവർ അതായിട്ടും എന്തെങ്കിലും കുറേ പേരെ എല്ലാം വിടർത്തി കോടതി പറഞ്ഞു വേണ്ട അങ്ങനെ പറ്റുകയല്ലെന്നും പറഞ്ഞിട്ട് അവരരേരായിട്ട് താരേ സമുദായമായിട്ട് നിൽക്കുന്നു. ധീവര സമുദായത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ യഥാർത്ഥ ധീവര സമുദായമായിട്ട് കോടതി ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് അത് പ്രകാരം ഞങ്ങൾ അംഗീകരിച്ച് ധീവര സമുദായമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്നേരം ഞാനിത് പറഞ്ഞത് അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങളും ആര് ചെയ്താലും അത് അംഗീകരിക്കാനുള്ള മനോഭാവം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരിലും ഉണ്ടാകണം. അതിന് ഇൻഡയറക്റ്റായിട്ട് പറയുകയല്ല, അത് അംഗീകരിക്കേണ്ടത് അംഗീകരിച്ച് തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു തനി ഡെമോക്രാറ്റിക്കാണ്. ഞാൻ അംബേദ്കറിനെ പോലെ തനി ഡെമോക്രാറ്റിക്കാണ്. ഞാൻ സോഷ്യലിസ്റ്റ് ഒന്നുമല്ല. സോഷ്യലിസം എന്ന് പറയുന്നത് ജനങ്ങൾ പരസ്പരം അംഗീകരിക്കലാണ്. അവയെ മനസ്സിലാക്കി ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ് സോഷ്യലിസം. അതിൽ ഡെമോക്രാറ്റ് എന്ന് പറയുന്നത് ഈ സോഷ്യലിസം തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല.
അത് അംഗീകരിച്ച് തന്നെ പോകണം. അല്ലാത്തതാണ് നമ്മൾ ഈ ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നത്. അന്നേരം വെരി വെരി താങ്ക്സ് ഡോക്ടർ ശ്യാം സാറിന്. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതെടുത്ത് സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയവനായ ധീവര സമുദായത്തിൻ്റെ എളിയവനായ ഞാൻ പ്രദീപ് കുമാർ എല്ലാവിധ ആശംസകളും നേരുന്നു.